അടുത്ത പള്ളിയുടെ മുകളിലേക്ക് അത്രയും പള്ളികളാണ്. അതുപോലെ തന്നെ താതൂരിൽ ചെന്ന് നോക്കിയാലും അങ്ങനെ തന്നെയാണ്, വടകരയിൽ ചെന്ന് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ ഇസ്ലാമിക പൈതൃകങ്ങളുടെ സ്ഥലങ്ങളാണ് അതൊക്കെ. അങ്ങ് മക്കത്തും മദീനത്തും പോയി നോക്കുകയാണെങ്കിൽ മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ ശറഫാക്കപ്പെട്ട പള്ളി, 3 പള്ളികളിൽപ്പെട്ട രണ്ടാമത്തെ പള്ളിയാണ് മദീനയിലെ പള്ളി. ആ പള്ളിയുടെ മുറ്റത്താണ് 3-4 പള്ളികൾ കാണാൻ കഴിയും. എല്ലാവരും കണ്ടവരാണല്ലോ പലരും, അല്ലേ? പള്ളികൾ എന്ന് പറയുന്നത് ധാരാളം ഉണ്ടാകുന്നത് നേരത്തെ പറഞ്ഞ മേത്രാണല്ലോ. മംബന മസ്ജിദ് അല്ലാഹി ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. കയ്യിൽ കാശുള്ള ആളുകളൊക്കെ ഒരു പള്ളിയെടുത്ത് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. ഓൽക്കുവാല ഭൂമി തന്നെ എടുത്തുണ്ടാക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഇസ്ലാമിക സംസ്കാരമുള്ള സ്ഥലങ്ങളിലൊക്കെ പള്ളികൾ ധാരാളം വന്നത്. ഇപ്പൊ അടുത്ത കോടതിയും പറഞ്ഞു 100 പള്ളിയുണ്ട് എന്ന് പറഞ്ഞത് 101ാമത്തെ പള്ളിക്ക് എന്തെല്ലാം തടസ്സമല്ലാതൊരു വിധി ഇപ്പോ അത്യാവശ്യം വന്നില്ല. എല്ലാവരും വായിച്ചു, അല്ലേ? അപ്പോൾ പള്ളികൾ ധാരാളം ഉണ്ടാകുക എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും അവരവരുടെ വീട്ടിന്റെ അരികത്ത് എത്തിക്കാഫ് ചെയ്യാനും നമസ്കരിക്കാനും ജമാഅത്ത് മുടങ്ങാത്ത നിലയ്ക്ക് 5 നേരത്തെ നമസ്കാരത്തിൽ പങ്കെടുക്കാനും ഉള്ള സൗകര്യമാണ്. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തില്, എന്റെ ചെറുപ്പത്തിലെല്ലാം ഇവിടെയുള്ള എന്നെക്കാൾ പ്രായമുള്ള ആളുകൾ ഇവിടെ കുറച്ച് കുറവാണ്. എന്നാലും പണ്ട് കാലത്ത് ഇപ്പൊ നമ്മളെ ബന്ധുപ്പറമ്പില് ഒരു പള്ളി ജുമാഅത്ത് പള്ളിയിൽ പോകണം നിസ്കരിക്കണമെങ്കിൽ. പഴയ ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിട്ടായിരുന്നു ഒരു തറാവീനൊക്കെ പോയിരുന്നത്. പിന്നെ പള്ളികളൊക്കെ അങ്ങനെ കൂടി വന്നപ്പോ എല്ലാ പള്ളിയിലും ആളുകൾ തറാവീഹ് നിസ്കാരത്തിന് കൂടാൻ തുടങ്ങി. ആളുകളെ ജമാഅത്ത് വർദ്ധിച്ചു, ആളുകളുടെ നിസ്കാരം വർദ്ധിച്ചു. അങ്ങനെ ആളുകൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്നു. പള്ളികൾ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ആ തരത്തിലുള്ള പള്ളികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹബത്തുള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മുടെ മക്കളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ സംസാരം നിർത്തുകയാണ്.